കാർഷിക വാർത്തകൾ. റബ്ബർ വിപണിയിൽ പരമാവധി ഷീറ്റ് സംഭരിക്കാൻ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ. വൃശ്ചികം അടുത്തതോടെ പച്ചത്തേങ്ങയ്ക്ക് വിപണിയിൽ ഡിമാൻഡ് ഉയർന്നു. പിന്നിട്ട 11 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഏലം. തെളിഞ്ഞ കാലാവസ്ഥ കണക്കിലെടുത്താൽ നവംബർ 2ാം പകുതിയിൽ സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് കൂടുതൽ ഊർജിതമാകുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. രാത്രി താപനില കുറഞ്ഞതിനാൽ ഒട്ടുമിക്ക മേഖലകളിലും മരങ്ങളിൽ നിന്നുള്ള ഈൽഡ് ഒക്ടോബറിനെ അപേക്ഷിച്ച് ഉയർന്നത് ടയർ വ്യവസായികളെയും വിപണിയിലേക്ക് ആകർഷിക്കും. ജനുവരി അവസാനം വരെയുള്ള റബ്ബർ വെട്ട് ഊർജിതമാക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തി പരമാവധി ഷീറ്റും സംഭരിക്കാൻ ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളും ഉത്സാഹിക്കും. കൊച്ചി, കോട്ടയം വിപണികളിൽ RSS 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 182 രൂപയിൽ വ്യാപാരം നടന്നു. വൃശ്ചികം അടുത്തതോടെ പച്ചത്തേങ്ങയ്ക്ക് വിപണിയിൽ ഡിമാൻഡ് ഉയർന്നു. അയ്യപ്പ ഭക്തർ തേങ്ങയ്ക്കായി വിപണിയിൽ ഇറങ്ങിയത് കൊപ്രയാട്ടു മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കി. വ്യവസായികളുടെ കണക്കുകൂട്ടലിനൊത്ത് തേങ്ങ മുഖ്യ വിപണികളിൽ നിന്നും ലഭ്യമാവുന്നില്ലെന്നാണ് വിവരം. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാരുടെ കണക്കുകൂട്ടലിനൊത്ത വിലയ്ക്ക് ചരക്ക് സംഭരിക്കാൻ അവർ നെട്ടോട്ടമോടുകയാണ്. വൃശ്ചിക പുലരിയിൽ മല ചവിട്ടാനുള്ള ഒരുക്കത്തിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ. നെയ്ത്തേങ്ങയ്ക്കും കെട്ടുനിറയ്ക്കാനും മറ്റുമായി ഓരോ ഭക്തരും 6 തേങ്ങ വരെ ശേഖരിക്കുന്നുണ്ട്. പച്ചത്തേങ്ങയ്ക്കുള്ള വർദ്ധിച്ച ഡിമാൻഡ് കണക്കിലെടുത്താൽ വില റെക്കോർഡ് പ്രകടനം കാഴ്ചവെക്കാം. ചെറുകിട വിപണികളിൽ കിലോ 70 രൂപയ്ക്ക് മുകളിലാണ് തേങ്ങാവില. കൊപ്രായ്ക്ക് കാങ്കയത്ത് വില 13,600 കയറി. വിദേശ ഓർഡറുകൾ ഏലക്ക ലേലത്തിൽ ആവേശമുളവാക്കി. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ലേല കേന്ദ്രങ്ങളിൽ അണിനിരന്നതോടെ ശരാശരി ഇനങ്ങൾക്ക് കിലോ 2,715 രൂപയായി ഉയർന്നു. പിന്നിട്ട 11 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മികച്ച ഇനങ്ങൾ കിലോ 3,000 രൂപയായി ഉയർന്നു. ലേലത്തിലെ ഡിമാൻഡ് കണക്കിലെടുത്താൽ വരും ദിനങ്ങളിൽ നിരക്ക് കൂടുതൽ മുന്നേറിയേക്കാം. കുമളി ലേലത്തിൽ മൊത്തം 63,815 കിലോ ചരക്കിന്റെ കൈമാറ്റം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. നെല്ല് സംഭരണത്തിനായി സപ്ലൈകോയ്ക്ക് 175 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് നീക്കമെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി ഇനത്തിൽ 175 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. കേന്ദ്രത്തിന്റെ താങ്ങുവില സഹായത്തിൽ 900 കോടി രൂപ കുടിശ്ശികയാണ്. 2017 മുതലുള്ള കുടിശ്ശിക തുകയാണിത്. കേന്ദ്ര സർക്കാർ വിഹിതത്തിന് കാത്തുനിൽക്കാതെ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് വില നൽകുന്നതാണ് കേരളത്തിലെ രീതി. സംസ്ഥാന സബ്സിഡിയും ഉറപ്പാക്കി നെല്ലിന് ഏറ്റവും ഉയർന്ന തുക ലഭ്യമാക്കുന്നതും കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില നൽകുമ്പോൾ മാത്രമാണ് കർഷകന് നെൽവില ലഭിക്കുന്നത്. കേരളത്തിൽ PRS വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. വായ്പാ ബാധ്യത കർഷകന് ഏറ്റെടുക്കേണ്ടി വരുന്നതുമില്ല. കേരളത്തിൽ മാത്രമാണ് നെൽകൃഷിക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. രാജ്യത്ത് ഉള്ളിവില കുതിച്ചുയരുന്നു. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ സർക്കാർ നിയന്ത്രണമില്ലാത്തതാണ് നിരക്ക് കുതിച്ചുയരാൻ കാരണമെന്നാണ് പരാതി. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉള്ളിവില കിലോയ്ക്ക് 100 രൂപയിലാണ് വിൽക്കുന്നത്. അതേസമയം ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ സർക്കാർ നിയന്ത്രണമില്ലാത്തതാണ് നിരക്ക് കുതിച്ചുയരാൻ കാരണമാകുന്നതായി ആരോപണം കനക്കുന്നത്. മൊത്ത വ്യാപാരം മാത്രമാണ് സർക്കാർ നിയന്ത്രിക്കുന്നത്. ഇത് മുതലെടുത്ത് ചില്ലറ വ്യാപാരികൾ വില വർദ്ധിപ്പിക്കുന്നതിനായി ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. ചില്ലറ വ്യാപാരത്തിൽ സർക്കാരിന് നിയന്ത്രണമില്ല. പല നഗരങ്ങളിലും സംഭരണ സൗകര്യങ്ങളുടെ അഭാവം മൂലം ഏജന്റുമാർ വ്യാപാരം കുത്തകയാക്കുകയാണെന്ന പരാതികളും ഉയരുന്നുണ്ട്. ഖാരിഫ് വിളകൾ വിപണിയിലെത്താൻ തുടങ്ങുന്നതിനാൽ ഉള്ളിവില 2 ആഴ്ചയ്ക്കുള്ളിൽ കുറയുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. കേന്ദ്ര നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളിലൂടെയും മദർ ഡയറിയുടെ സഫൽ സ്റ്റോറുകൾ പോലുള്ള മറ്റ് ഏജൻസികളിലൂടെയും ഉപഭോക്താക്കൾക്ക് നേരിട്ട് കിലോയ്ക്ക് 35 രൂപയ്ക്ക് ഉള്ളി വിൽക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ഉള്ളിക്ക് ഗതാഗതമടക്കമുള്ള മറ്റ് ചെലവുകൾ കണക്കാക്കിയാൽ കിലോയ്ക്ക് 10 രൂപയിലധികം നൽകേണ്ടി വരുമെന്നാണ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.
ഖാരിഫ് വിളവെടുപ്പ് സീസണിൽ കളനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ അധിക മഴ ലഭിച്ചതാണ് ഇതിന് കാരണം. ഈ ഖാരിഫ് സീസണിൽ കളകളുടെ വളർച്ച നിയന്ത്രിക്കാൻ കർഷകർ കളനാശിനികൾ ഗണ്യമായി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. അതേസമയം കീടനാശിനികളുടെയും കുമിൾനാശിനികളുടെയും ഉപയോഗം താരതമ്യേന കുറവാണെന്നാണ് കാർഷിക രാസവള നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അമിതമഴ കളനാശിനികൾക്ക് നല്ലതായിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതിനാൽ കളനാശിനി വിൽപ്പന മികച്ചതായിരുന്നുവെന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത്. മറ്റ് കാർഷിക രാസവസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്ത് കളനാശിനികൾ അതിവേഗം വളരുന്ന വിഭാഗമാണ്. തൊഴിലാളി ക്ഷാമവും കൂലിവർധനയും കാരണം കൂടുതൽ കർഷകർ കളനാശിനികൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 3.09% കുറഞ്ഞ് 159.6 ലക്ഷം ടണ്ണിലെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ചതാണ് ഇറക്കുമതി കുറയാൻ കാരണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. കഴിഞ്ഞ നവംബർ-ഒക്ടോബർ വരെയുള്ള എണ്ണ വർഷത്തിൽ 164.7 ലക്ഷം ടണ്ണാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. 2023-24 ഇറക്കുമതി 1,31,967 കോടി രൂപയായി കുറഞ്ഞു. മുൻവർഷം ഇത് 1,38,424 കോടി രൂപയായിരുന്നുവെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളടക്കം വിവിധ കാരണങ്ങളാൽ അന്താരാഷ്ട്ര വിലകൾ ഉയർന്നിരുന്നു. ഇത് ആഭ്യന്തര വിലവർധനയ്ക്കും കാരണമായി. ഇതാണ് ഇറക്കുമതി കുറയാൻ കാരണമായത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ശുദ്ധീകരിച്ച എണ്ണയുടെ വിഹിതം 3% നിന്ന് 12% ഉയർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിഹിതം 97% നിന്ന് 88% കുറഞ്ഞു. നവംബർ 1 വിവിധ തുറമുഖങ്ങളിൽ 24.08 ലക്ഷം ടൺ ഭക്ഷ്യ എണ്ണ സ്റ്റോക്കുണ്ടെന്ന് വ്യവസായ സംഘടന അറിയിച്ചു. ഇന്തോനേഷ്യയും മലേഷ്യയുമാണ് ഇന്ത്യയിലേക്കുള്ള RBD പാം ഓയിൽ, ക്രൂഡ് പാം ഓയിൽ എന്നിവയുടെ പ്രാഥമിക വിതരണക്കാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 184, RSS 5 181, ലാറ്റക്സ് 124, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 500, കുരുമുളക് ഗാർബിൾ 65,900, കുരുമുളക് അൺഗാർബിൾ 63,900, ഏലക്ക 2,500 മുതൽ 2,600 വരെ, വെളിച്ചെണ്ണ 20,500, കൊപ്ര 15,100, ചുക്ക് 35,000.